Hello dear friends, welcome to RJ's Physics Classes. ഇന്ന് പറയാൻ പോണത് സെക്കൻഡ് ഇയറിൻ്റെ അവസാനത്തെ പാർട്ടിലുള്ള ഒരു ചാപ്റ്ററാണ്. സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് ആറ്റംസ്. ഓക്കെ, രസകരമായ ഒരു ചാപ്റ്റർ, ഒരുപാട് നല്ല നല്ല കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആറ്റം. ഓക്കെ, സോ ഫൈനൽ ടൈമിലുള്ള ചാപ്റ്ററാണ്, പക്ഷെ എല്ലാ ചാപ്റ്ററും നമുക്ക് വേണമല്ലോ. സോ നമുക്ക് യാത്ര ആരംഭിക്കാമല്ലോ. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണു. എഴുതാൻ റെഡിയായി, ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ റെഡിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ AC വോൾവോ ബസ് ആറ്റം എന്നുള്ള പുതിയ ലോകത്തിലൂടെ യാത്ര ആരംഭിക്കാം. ഓക്കെ, റെഡി. ആറ്റം മോഡൽ +1 ഓൾറെഡി നമ്മൾ ഈ തിയറി പഠിച്ചതാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ ഫോർ യു. ആറ്റം മോഡൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് J.J. തോംസൺ. J.J. തോംസൺ നമുക്കറിയാം, ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഓർമ്മിക്കണ പേര്. ഓക്കെ, J.J. തോംസൺ എന്ന് പറഞ്ഞ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആണ് ആറ്റം മോഡലിനെ പറ്റി ആദ്യമായി എന്ത് ചെയ്യണത്, ആദ്യമായി ചിന്തിച്ചത് J.J. തോംസൺ ഒന്നാവില്ല കേട്ടോ. ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത് J.J. തോംസൺ ആണ്. ആ മോഡലിൻ്റെ പേര് നമുക്കറിയാം, പ്ലം പുഡിംഗ് മോഡൽ. ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കണം. സോ വാട്ട് അബൌട്ട് ആൻ ആറ്റം എന്ന് ചിന്തിച്ചപ്പോൾ J.J. തോംസന്റെ ബ്രെയിനിലൂടെ കയറിപ്പോയ ലോജിക്, എൻ്റെ ഐഡിയ പ്രകാരം ആറ്റം ഷുഡ് ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇതായിരുന്നു J.J. തോംസന്റെ മൈൻഡിൽ കൂടെ കയറിപ്പോയ ഫാക്ടേഴ്സ്. ആറ്റം ഷുഡ് ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാൻ എന്താ ചെയ്യുക? രണ്ട് തരം പാർട്ടിക്കിൾസ്, പ്രോട്ടോണും ഇലക്ട്രോണും. ഓക്കെ, സോ തോംസൺ ആലോചിച്ചിട്ട് ഒരു മോഡലാണ് പ്രപ്പോസ് ചെയ്തു. Positive charges are uniformly distributed and electrons are embedded like seeds in a watermelon. Okay, positive charges are uniformly distributed and electrons are embedded like seeds in a watermelon. Okay, electrons are embedded like seeds in a watermelon. സോ വാട്ടർമെലനിലെ ആ ഫ്ലഷി പാർട്ടും സീഡ്സും ഓക്കെ ഈ വരുന്ന രീതിയിലാണ് ആറ്റം എന്നാണ് J.J. തോംസൺ പ്രപ്പോസ് ചെയ്തത്. സോ അക്കോർഡിംഗ് ടു J.J. തോംസൺ, പോസിറ്റീവ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആൻ ആറ്റം ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ലൈക്ക് സീഡ്സ് ഇൻ എ വാട്ടർമെലൻ. ദിസ് വാസ് ദി ഫസ്റ്റ് പ്രപ്പോസ്ഡ് മോഡൽ ബൈ J.J. തോംസൺ. And this model is rejected. What may be the reason? Very simple. According to J.J. Thomson, all positive charges have single energy and all negative charges have single energy. ഒരു ആറ്റത്തിലെ എല്ലാ പോസിറ്റീവ് ചാർജിനും ഒരു എനർജി ലെവലാണ് ഉണ്ടാവുക, എല്ലാ നെഗറ്റീവ് ചാർജിനും ഒരു എനർജി ലെവലാണ് ഉണ്ടാവുക. എല്ലാ പോസിറ്റീവ് ചാർജിനും ഒരു എനർജി ലെവൽ ഉണ്ടാവും, എല്ലാ നെഗറ്റീവ് ചാർജിനും ഒരു എനർജി ലെവൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻസിൽ ഒരുപാട് എനർജി ലെവൽസ് ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഒക്കെ കിട്ടുകയാണ്. ഓക്കെ, ആൻഡ് ഹി കുഡന്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ഫിനോമിന. ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഫോർ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ബൈ J.J. തോംസൺ. ഇനി ഈ ചാപ്റ്ററിൽ ഏത് മോഡലിൻ്റെ ഡീമെറിറ്റ് ചോദിച്ചാലും ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം ധൈര്യമായിട്ട് പറയാം. ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ +2 ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏത് മോഡലിൻ്റെ ഡീമെറിറ്റ് ചോദിച്ചാലും ധൈര്യമായിട്ട് പറയാം. ഡീമെറിറ്റ് നമുക്ക് പറയണ്ട, പകരം ഡ്രോബാക്ക്. ഓക്കെ, ഓർ ലിമിറ്റേഷൻസ്. സോ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം. ഓക്കെ, ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം. ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ
ഈ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോണിന് ഡിഫറെന്റ് എനർജി ലെവൽസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് എനർജി ലെവൽസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സബ് ലെവൽസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫൈൻ സ്പെക്ട്രം എന്ന് വിളിക്കുക. എനർജി ലെവൽസ് തന്നെ ഇല്ല, പിന്നെ അതിൻ്റെ വീണ്ടും സ്പ്ലിറ്റിംഗ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ഓക്കെ, സോ ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം. ഡിഫറെന്റ് എനർജി ലെവൽസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് cannot be explained by Thomson's atom model, and it can't explain fine spectrum, so science discarded this model. Okay, so the first model proposed was by J.J. Thomson, and according to J.J. Thomson, atom should be electrically neutral. The best way, positive charges are uniformly distributed and electrons are embedded like seeds in a watermelon. ഓക്കെ, ഒരു തണ്ണിമത്തനെ ആറ്റത്തിനോട് നമുക്ക് കമ്പയർ ചെയ്യാം. തണ്ണിമത്തനിലെ ആ റെഡ് ഫ്ലഷി പാർട്ടായിട്ടുള്ളത് പോസിറ്റീവ് ചാർജസും അതിലെ സീഡ്സ് നെഗറ്റീവ് ചാർജസും ആണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഷുഡ് ബി തോംസൺസ് ആറ്റം മോഡൽ, ആൻഡ് ഇറ്റ് വാസ് റിജക്റ്റഡ് ബൈ സയൻസ്. ഓക്കെ, ദെൻ കംസ് എ ന്യൂ മാൻ, ഹിസ് റുദർഫോർഡ്. റൂദർഫോർഡ് ആരാന്ന് ചോദിച്ചാൽ സിമ്പിൾ, J.J. തോംസന്റെ ശിഷ്യനാണ്. J.J. തോംസന്റെ സ്റ്റുഡൻ്റ് ആണ് റൂദർഫോർഡ്. ഓക്കെ, സോ റൂദർഫോർഡ് ആലോചിച്ചതാണ്, എൻ്റെ ടീച്ചറായ J.J. തോംസണ് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? ഓക്കെ, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? ഒരു കാര്യം ഉറപ്പാണ്, തോംസൺ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ തോംസൺ എന്തോ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. സോ എന്തായിരിക്കും എൻ്റെ ടീച്ചർക്ക് പറ്റിയ മിസ്റ്റേക്ക്? അതായിരുന്നു റൂദർഫോർഡ് ആലോചിച്ചത്. മിസ്റ്റേക്ക് പറ്റിയെന്ന് റൂദർഫോർഡിന് മനസ്സിലായി, എന്താന്ന് അയാൾക്കും മനസ്സിലായില്ല. റൂദർഫോർഡിനും മനസ്സിലായില്ല വാട്ട് വാസ് എ മിസ്റ്റേക്ക്. ഓക്കെ, സോ റൂദർഫോർഡ് അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കണ സമയത്ത് റൂദർഫോർഡിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാനിത് പറഞ്ഞത് ഒരു കഥ പറഞ്ഞ പോലെയാണ്, റൂദർഫോർഡിൻ്റെ ഒരു ഫ്രണ്ട്, ഹിസ് നെയിം ഈസ് ലിനാർഡ്. ലിനാർഡ് വന്നിട്ട് റൂദർഫോർഡിനോട് റിക്വസ്റ്റ് പറയാണ്, എൻ്റെ ഒരു റിലേറ്റീവ്, ഹിസ് നെയിം ഈസ് മാസ്ഡൺ. മാസ്ഡൺ എന്ന് പറഞ്ഞ യങ് ടാലൻറ്റഡ് സ്റ്റുഡൻറ്റിന്, ഏകദേശം 20 years old, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാത്തൊരു പയ്യൻ, അവൻ്റെ സംശയങ്ങൾ തീർക്കാൻ ലിനാർഡിന് പറ്റണില്ല. ലിനാർഡ് ഒരു സയൻറ്റിസ്റ്റ് ആണ്, റൂദർഫോർഡിനെ പോലെ. ഓക്കെ, സോ മാസ്ഡന്റെ ഡൗട്ടുകൾ തീർക്കാൻ ലിനാർഡിന് സാധിക്കണില്ല. സോ മാസ്ഡന്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാസ്ഡനെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഏറ്റെടുക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് റൂദർഫോർഡിൻ്റെ അടുത്തേക്ക് ലിനാർഡ് വന്നത്. ഓക്കെ, സോ ലിനാർഡ് പറഞ്ഞ റിക്വസ്റ്റ് റൂദർഫോർഡ് ആക്സെപ്റ്റ് ചെയ്തു. മാസ്ഡനെ റൂദർഫോർഡ് സ്വീകരിച്ചു. അങ്ങനെ മാസ്ഡനെ സ്വീകരിച്ച ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റൂദർഫോർഡിന് ഒരു സത്യം മനസ്സിലായേ, ഇവനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പയ്യൻ്റെ സംശയങ്ങൾ അത്രയും വലുതാണ്, അത്രയും എന്തൂസിയാസ്റ്റിക് ആണ് സയൻസിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ. എന്ത് ജോലി കൊടുത്താലും ചുരുങ്ങിയ സമയം കൊണ്ട് ആ ജോലികൾ തീർത്തു വരും. കുറെ കഴിഞ്ഞപ്പോൾ റൂദർഫോർഡിന് കൊടുക്കാൻ പ്രൊജക്റ്റുകൾ ഇല്ലാണ്ടായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പ്രൊജക്റ്റ് ഒന്നും ഇല്ല, പയ്യനാണെങ്കിലോ ഇനി അടുത്ത പ്രൊജക്റ്റ് എന്തെന്നുള്ള ആവശ്യമായിട്ട് വരികയാണ്. കുറെ കഴിഞ്ഞപ്പോൾ റൂദർഫോർഡിന് ദേഷ്യം വരാൻ തുടങ്ങി. റൂദർഫോർഡ് ദേഷ്യത്തിൽ, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല, അയാളുടെ എക്സ്പെരിമെൻറ്റ്സ് ആലോചിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയായി. കാരണം എപ്പോൾ നോക്കിയാലും മാസ്ഡന് എന്ത് പ്രൊജക്റ്റ് കൊടുക്കണം, ഇതായിരുന്നു ബ്രെയിനിൽ ഓടിക്കൊണ്ടിരുന്നത്. കാരണം ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ശ്വാസം വിടുന്നതിൻ്റെ മുന്നേ പയ്യൻ തിരിച്ചു വരും, അത് കഴിഞ്ഞു, വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ. ഈ ഒരു സിസ്റ്റം വന്നപ്പോൾ റൂദർഫോർഡ് ആലോചിച്ചത്, ഒരിക്കലും കിട്ടാത്തൊരു പ്രൊജക്റ്റ് ഈ പയ്യൻ്റെ മേലാണ് കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ഇവൻ ഇതുമ്പിൽ കെട്ടി തൂങ്ങി നടന്നോളും കുറേ സമയം. കുറച്ച് കാലം റിലാക്സ് ചെയ്തിട്ട് റൂദർഫോർഡിൻ്റെ ചിന്തകളുമായിട്ട് അയക്ക് മുന്നോട്ട് പോവാം. കുറച്ച് കഴിഞ്ഞാൽ പയ്യനെ തിരിച്ച് വിളിക്കാം, സാരമില്ല ഞാൻ പുതിയ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിൽ റൂദർഫോർഡ് മാസ്ഡന് ഒരു ജോലി കൊടുക്കുകയാണ്. ആ ജോലി ഇതാണ്, അലൂമിനിയം ഫോയിലിലൂടെ സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ് റൂദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അലൂമിനിയം ഫോയിലിലൂടെ സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ് റൂദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിലൂടെ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ്, ആൽഫ പാർട്ടിക്കിളിനെ അലൂമിനിയം ഫോയിലിലൂടെ കടത്തി വിട്ടിട്ട് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് കണ്ടുപിടിച്ച് വരാനാണ്.
ഇതായിരുന്നു മാസ്ഡൺ എന്ന് പറഞ്ഞ പയ്യന് റൂദർഫോർഡ് കൊടുത്ത എക്സ്പെരിമെൻറ്റ്. 1-2 ആഴ്ച വളരെ കൂളായിട്ട് കടന്നുപോയി, പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് എന്ത് ചെയ്യാണ്, കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലിനാർഡ് റൂദർഫോർഡിനെ വീണ്ടും കാണാൻ വരികയാണ്. ആ സന്തോഷ വാർത്ത ലിനാർഡാണ് റൂദർഫോർഡിനോട് പറഞ്ഞത്, മാസ്ഡൺ ഗീഗർ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ റൂദർഫോർഡിൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ആൽഫ സ്കാറ്ററിംഗ് വിജയിപ്പിച്ചിട്ടുണ്ടെന്നാണ്. റൂദർഫോർഡിൻ്റെ സെൻറ്റൻസുകൾ കടമെടുക്കുകയാണെങ്കിൽ അയാൾ അബോധാവസ്ഥേൻ്റെ അടുത്ത് വരെത്തി. മീൻസ് ദ ന്യൂസ് വാസ് സോ സ്ട്രൈക്കിംഗ്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദിസ് വൺ, എ റോക്കറ്റ് ഹിറ്റിംഗ് ഓൺ എ ടിഷ്യൂ പേപ്പർ ആൻഡ് ഇറ്റ് റിഫ്ലക്ട് ബാക്ക്. ദാറ്റ് വാസ് എ തോട്ട്. ആദ്യം തന്നെ റൂദർഫോർഡിന്റെ ബ്രെയിനിലൂടെ കയറി വന്ന ഐഡിയ ഇതാണ്. എന്താണ്? ഓ ഗോഡ്, ഇറ്റ്സ് ലൈക്ക് ദിസ്, എ റോക്കറ്റ് ഹിറ്റിംഗ് ഓൺ എ ടിഷ്യൂ പേപ്പർ ആൻഡ് ഇറ്റ് റിഫ്ലക്ട് ബാക്ക്. അയലിന്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ തൂക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു വലിയ റോക്കറ്റ് വന്ന് ഇടിച്ചിട്ട് അത് തിരിച്ചു പോയി. സംഭവം മനസ്സിലായില്ലേ? ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് ഒരിക്കലും കിട്ടില്ല എന്ന് റൂദർഫോർഡ് ചിന്തിച്ച എക്സ്പെരിമെന്റ് ഗീഗർ ആൻഡ് മാസ്ഡൺ എന്ന് പറഞ്ഞ 2 പേരുടെ എഫേർട്ടിൽ എന്ത് ചെയ്യാണ്, അത് വിജയിച്ചു വരികയാണ്. ഓക്കെ, സോ അതിൽ സംഭവിച്ച ഐഡിയ എന്താണെന്ന് അറിയാൻ റൂദർഫോർഡ് ലാബിലേക്ക് ചെല്ലാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആക്ച്വലി റൂദർഫോർഡാണ് കൊടുത്തത്. ബാക്കി കമാൻഡുകളും ബാക്കി കൺട്രോളുകളും റൂദർഫോർഡ് തന്നെയാണ് പിന്നീട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആൽഫ സ്കാറ്ററിംഗ് ആരുടെ പേരിലാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്? റൂദർഫോർഡിൻ്റെ പേരിലാണ്. കാരണം റൂദർഫോർഡ് പറഞ്ഞ് റൂദർഫോർഡിൻ്റെ ലാബിൽ അയാളുടെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഇവർ രണ്ടാളും എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. സോ ഇവർ ചെയ്തെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ആക്ച്വലി ആർക്ക് തന്നെയാണ്? റൂദർഫോർഡിന് തന്നെയാണ് സയൻസ് കൊടുത്തത്. ബാക്കി ഇതിൻ്റെ മുന്നേറ്റവും റൂദർഫോർഡിൻ്റെ അണ്ടർ തന്നെ ആയിരുന്നു. ഓക്കെ, സോ അവിടെ ചെന്നപ്പോഴാണ് റൂദർഫോർഡ് മാസ്ഡൺ വരുത്തിയ മോഡിഫിക്കേഷൻ മനസ്സിലാക്കിയത്. ഈ എക്സ്പെരിമെന്റ് ചെയ്ത് വന്നോളൂ, എന്നിട്ട് അടുത്ത എക്സ്പെരിമെന്റ് തരാം എന്ന് പറഞ്ഞപ്പോൾ മാസ്ഡണും ചിന്തിച്ചു, സംതിങ് ഫിഷി ദർ. എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നിനക്ക് ഞാൻ അടുത്തത് തരാം എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം എന്താണ്? ഇത് നീ ചെയ്യൂല മോനെ, സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. ഓക്കെ, സോ മാസ്ഡൺ ആലോചിച്ചത് ഇങ്ങനെയാണ്. എന്താണ്? സാറ് പറഞ്ഞതിൽ സംതിങ് റോങ്. സോ 1-2 ദിവസം എന്ത് ചെയ്തു, അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് നടത്തി. ഒരു നിലയ്ക്കും എക്സ്പെരിമെന്റ് അടുക്കണില്ല. ലാർജ് ആംഗിൾ പോയിട്ട് സ്മോൾ ആംഗിൾ തന്നെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. പകരം എന്ത് ചെയ്യണം, ഒക്കെ ഭംഗിയായിട്ടാണ് പോവാണ്. ഓക്കെ, സോ മൂപ്പര് ചിന്തിച്ചത് നേരെ തിരിച്ചാണ്. അത് ചിലപ്പോൾ ഈ അലൂമിനിയം ഫോയിലിൻ്റെ പ്രശ്നമാണെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ വെയിറ്റ് കൂടിയ ഗോൾഡ് ഫോയിൽ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഗോൾഡ് ഫോയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ആ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യാണ്, ഭംഗിയായിട്ട് അവർക്ക് കിട്ടുകയാണ്. അതിൻ്റെ ലോജിക് സിമ്പിളാണ്. ഈ പെന്നിങ്ങനെ നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഡസ്റ്റർ കൊണ്ട് എറിഞ്ഞാൽ ഈ പെന്നാണ് തെറിച്ച് പോവുക. ഡസ്റ്റർ അല്ല ബാക്കിലേക്ക് തെറിക്കുക, ഡസ്റ്റർ അതിൻ്റെ കൂടെ പോവുക ചെയ്യാം. ഈ പെന്ന് മാറ്റിയിട്ട് ഒരു ഹോളോ ബ്രിക്കാണ് കൊണ്ടുപോയി വെച്ചതെങ്കിലോ അപ്പോൾ ഡസ്റ്റർ ബാക്കിലേക്ക് തെറിക്കും. എന്തുകൊണ്ടാണ് ബാക്കിലേക്ക് തെറിച്ചേ? ഇറ്റ് ഈസ് മാസീവ് അല്ലേ? അത് മാസ് കൂടിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഡസ്റ്ററാണ് പിന്നിലേക്ക് തെറിക്കാം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ മാസ്ഡൺ ചെയ്തത് അലൂമിനിയം ഫോയിൽ ഈസ് റീപ്ലേസ്ഡ് ബൈ ഗോൾഡ് ഫോയിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ബിക്കം എ സക്സസ്. അതെത്തിയപ്പോൾ റൂദർഫോർഡിന് ഒരുപാട് ഐഡിയാസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ്. ഈ എക്സ്പെരിമെന്റ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സെറ്റപ്പാണ് ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ് ആയിട്ട് സയൻസ് അല്ലെങ്കിൽ ഇവർ യൂസ് ചെയ്തത് ബിസ്മത്ത് ആണ്. ബിസ്മത്ത് 83214. ഇത് ഒരു ഗോൾഡ് കവറിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചത്. ഇനി ഇതിങ്ങനെ നീങ്ങുമ്പോൾ ലെഡ് ബ്ലോക്കുകൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കോളിമേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ. ഈ റേഡിയേഷൻസ് ലെഡിൽ ചെന്നിടിച്ചാൽ ഇറ്റ് വിൽ അബ്സോർബ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാത്രമേ പോവുള്ളൂ. ഇതൊരു ഗോൾഡ് ഫോയിലാണ്. ഈ ഗോൾഡ് ഫോയിൽ 10⁻⁻6 മീറ്റർ തിക്നെസ് ഉള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എ സിംഗിൾ ലെയർ. അപ്പുറം വേറെ ലെയറുകളില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ സ്കാറ്ററിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ സ്കാറ്ററിങ്. അല്ലെങ്കിൽ ഇതിൽ 3-4 ലെയറുകൾ ഉണ്ടെങ്കിൽ ഒന്നിൽ തട്ടി അടുത്തതിൽ തട്ടി അടുത്തതിൽ തട്ടി അങ്ങനെ പോകും. ആ ചാൻസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാണ്, ഒരു സിംഗിൾ ലെയർഡ് ആയിട്ട് വെച്ചാൽ മോളിക്യൂൾസ് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ലെയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒറ്റ സ്കാറ്ററിങ്. ഓക്കെ, ഇനി ഇതിന് ചുറ്റും
ഇങ്ങനെ ഒരു ഡിറ്റക്ടർ വെക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ സിങ്ക് സൾഫൈഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതിൻ്റെ മുകളിൽ ചാർജസ് വന്ന് ഇടിച്ചാൽ അതിന് എന്ത് ചെയ്യും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ മൂവബിൾ ഡിറ്റക്ടർ. എല്ലാ ഭാഗത്തേക്കും അതിനെ മൂവ് ചെയ്യിക്കാം. സോ 0 ഡിഗ്രിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നീക്കി എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി 20 ഡിഗ്രി 30 40 അങ്ങനെ വന്നിട്ട് 90 100 110 120 അങ്ങനെ 180 ഡിഗ്രി വരെയുള്ള എല്ലാ ആംഗിളിലും ആ ഡിറ്റക്ടർ മൂവ് ചെയ്യിച്ചപ്പോൾ അതിൽ അവർക്ക് കിട്ടിയ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, ഇവിടെ ഓരോ സ്ഥലത്തും കിട്ടിയ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, NCERTന്റെ കണക്ക് പ്രകാരം ഇവിടുന്ന് 1 crore 10⁻⁷ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 10⁻⁷ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ ഈ എല്ലാ ഭാഗത്തുനിന്നും ഡിറ്റക്ടർ വെച്ചിട്ട് അവർ ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെ ഡിറ്റക്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ 99% ആൽഫ പാർട്ടിക്കിളും 0 ഡിഗ്രിയിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. അറൌണ്ട് 0.14 പാസ് ഗ്രേറ്റർ ദാൻ 1 ഡിഗ്രി. 0.14% മാത്രം 1 ഡിഗ്രിയിലും കൂടുതൽ ആംഗിളിൽ വന്നു എന്ന് പറഞ്ഞാൽ സംഖ്യേൻ്റെ എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 99ഉം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയി. 0.14% മാത്രം എന്ത് ചെയ്യാണ്? 1 ഡിഗ്രിനേക്കാൾ കുറച്ച് കൂടുതൽ ആംഗിളിൽ വന്നു. ഓക്കെ, ദെൻ 1 in 8,000 ആൽഫ പാർട്ടിക്കിൾ പാസ് അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ വന്നത് 1 in 8,000 ആണ്. 8000 ആൽഫ പാർട്ടിക്കിൾ ഒരാൾ മാത്രം എന്ത് ചെയ്യാണ്? താഴേക്ക് പോരാണ്. ആൻഡ് 1 in 1 million will pass at an angle or will deflect at an angle 180 degree. 10 ലക്ഷത്തിൽ ഒരാൾ മാത്രം 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. റൂദർഫോർഡ് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടു. ഓക്കെ, ഈ എക്സ്പെരിമെൻ്റ് കണ്ടിട്ട് അദ്ദേഹം ആദ്യം തന്നെ ചെയ്ത പണി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ഗീഗർ ആൻഡ് മാസ്ഡനോട് ആവശ്യപ്പെടുകയാണ്. ആൻഡ് ദേ പ്ലോട്ട് ദ ഗ്രാഫ്. ഇവിടെ ഉള്ളത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഡിറ്റക്റ്റഡ്, ഇവിടെ ഉള്ളത് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആംഗിൾ കിട്ടി ഇങ്ങനെ. ഞാൻ ഈ വരച്ചതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. 0 ഡിഗ്രിയിൽ 10⁻⁷ എന്ന് പറഞ്ഞാൽ 1 കോടി ആൽഫ പാർട്ടിക്കിളിൻ്റെ മെജോറിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ച് കുറവുണ്ടാവും. അത് 180 ഡിഗ്രി എത്തുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? 1നേക്കാൾ ഒരുപാട് ചെറുതാവാണ്. 1നേക്കാളല്ല 10നേക്കാൾ ഒരുപാട് ചെറുതാവാണ്. ഓക്കെ, ഇത് 10 ആണ്, 10⁻⁴. സോ 0 ഡിഗ്രിയിൽ 1 കോടിൻ്റെ അടുത്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾ 180 ഡിഗ്രി എത്തുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? 10ലും ചെറുതാവുകയാണ്. എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് ചെറിയ സംഖ്യയിലേക്ക് എത്താണ്. സോ ഇതായിരുന്നു ഗീഗർ മാസ്ഡൻ പ്ലോട്ട് ചെയ്ത ഗ്രാഫ്. അതിനു വേണ്ടി റൂദർഫോർഡ് ഒരു ഇക്വേഷനും അവിടെ ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് kZe² divided by sin⁻⁴ θ/2. The number of alpha particle detected. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n = kZe² divided by sin⁻⁴ θ/2. ഇതായിരുന്നു റൂദർഫോർഡ് അതിൽ പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ്, അതിൻ്റെ ഇക്വേഷൻ ആണ് kZe² divided by sin⁻⁴ θ/2. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനും ചെയ്യാം. ഈ പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മീൻസ് ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ് ബിസ്മത്താണ് അതിന് വേണ്ടി വെച്ചത്. ഇതിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിൽ ചെന്നിടിക്കും. ആ ഗോൾഡ് ഫോയിലിൽ ചെന്നിടിച്ചു, അത് പല ഭാഗത്തേക്കും നീങ്ങാണ്. ആ നീങ്ങണത് ഡിറ്റക്ട് ചെയ്യാൻ ഇതിലൊരു ഡിറ്റക്ടർ ഉണ്ട്. അത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകാം. അങ്ങനെ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ
ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിളിനെ കിട്ടിയത് ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സ്കാറ്ററിങ്. പിന്നെ ഇങ്ങനെ ആംഗിൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. അത് 180 ഡിഗ്രി ഒക്കെ എത്തിയപ്പോൾ ഒരു ആൽഫേനെയും 2 ആൽഫേനെയും 10 ആൽഫേനൊക്കെ ഡിറ്റക്ട് ചെയ്യണ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? അപ്പോൾ അവരിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫ് വരയ്ക്കാൻ അവരെ സഹായിച്ചത് ഈ ഒരു ഇക്വേഷനും കൂടെയാണ്. ഓക്കെ, സോ ഈ ഐഡിയ കൃത്യമായിട്ട് നോക്കുക, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി അടുത്ത ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 1000 alpha particles are scattered at an angle 60 degree. Then how many alpha particles will scatter at an angle 90 degree? 1000 alpha particles scattered at an angle 60 degree. Then how many alpha particle will get scattered at an angle 90 degree? A simple question. Okay. ചെയ്യാലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 1000 alpha particles scattered at an angle 60 degree. Then how many alpha particles scattered at an angle 90 degree? ഇതാണ് ക്വസ്റ്റ്യൻ. n എന്നുള്ള സ്ഥലത്ത് 1000 ഈക്വൽ ടു kze സ്ക്വയർ ഡിവൈഡഡ് ബൈ sin raised to 4 theta by 2. theta 60, theta by 2 എന്ന് പറഞ്ഞാൽ 30. So sin raised to 4 30. Sin raised to 4 30 എന്ന് പറഞ്ഞാൽ this is 1000. 1000 equal to kze square by 1 by 2 raised to 4. 1 by 2 raised to 4 is 1 by 16. So 16. This is our first equation. Second case, n particles are scattered, that is kze square divided by sin raised to 4 45. Sin 45 is 1 by root 2 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 1 by 4. അപ്പോൾ ഇത് മേലേക്ക് വരുമ്പോൾ kze square into 4. This is our second equation. Okay, ഇനി 2 by 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? n by 1000 equal to 2 by 1 ആണ് 4 divided by 16. ഇത് വെട്ടുമ്പോൾ ഇവിടെ 4 വരും. n equal to 1000 divided by 4. Answer is 250. So 1000 ആൽഫ പാർട്ടിക്കിൾ 60 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ എത്ര ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ പറയുക? 250 ആൽഫ പാർട്ടിക്കിൾസ്. ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഈ മോഡൽ കണ്ടപ്പോൾ റൂദർഫോർഡ് ആലോചിച്ചത് ആൽഫ സ്കാറ്ററിങ്ങിനെ പറ്റിയിട്ടേ അല്ല. പകരം അദ്ദേഹം ആലോചിച്ചത് വാട്ട് ഈസ് എ മോഡൽ ഓഫ് ആറ്റം എന്നുള്ളതാണ്. മേജർ പോർഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ മീൻസ് മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിലെ ഫസ്റ്റ് ഐഡിയ. ഓക്കെ, മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. ഇതാണ് ആദ്യത്തെ ഐഡിയ. മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. ഓക്കെ, കാരണം മനസ്സിലായില്ലേ? 1 കോടി ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത്രയും തന്നെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. ഓക്കെ, ഇതൊന്ന് കിട്ടിയ ബൈ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് there is a positive charge massive center called nucleus. There is a positive charge massive center called nucleus. There is a positive charge massive center called nucleus. Okay, ഒരു ആറ്റം മോഡലിൽ ഒരു മാസീവ് സെൻറ്റർ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, മാസീവ് സെൻറ്റർ ഉണ്ടാവുമ്പോഴല്ലേ ഇപ്പോൾ ആറ്റം മോഡൽ ഇങ്ങനെയാണ് ആറ്റം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഇത് മാസീവ് ആവുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഇടിച്ചു കഴിഞ്ഞിട്ട് അതേപോലെ തിരിച്ചു പോണേ. ഓക്കെ, അങ്ങനെ തിരിച്ചു പോകാനുള്ള കാരണം എന്താണ്? അത് മാസീവ് ആവുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് മാസീവ് സെന്റർ കോൾഡ് ന്യൂക്ലിയസ്.
major portion of atom is empty, there is a positive charge massive center called the nucleus. ഇത്രയും പറഞ്ഞപ്പോഴാണ് റൂദർഫോർഡ് ആലോചിച്ചത്, എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആറ്റം ഷുഡ് ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, സോ electrons will revolve around the nucleus through any path. Electron will revolve around the nucleus through any path. ഏതെങ്കിലും വഴി കൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണം. കാരണം ഇത്രയും സംഭവങ്ങൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടാവാം. എല്ലാവരും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവാം. അപ്പോൾ വേറൊന്നും അതിനെപ്പറ്റി ആലോചിച്ചില്ല, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എങ്ങനെങ്കിലുമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതായിരുന്നു റൂദർഫോർഡിന്റെ മോഡൽ. ആൻഡ് ദിസ് വാസ് ഇറ്റ്സ് ഡിമെറിറ്റ് ഓർ ഡ്രോബാക്ക്. ഓക്കെ, according to Rutherford, electron may revolve around the nucleus through any path. So we require a continuous spectrum. ഏത് വഴി കൂടെയും പോവാന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രാണ് കിട്ടേണ്ടത്. പക്ഷേ ആറ്റത്തിൽ നമുക്ക് കിട്ടിയത് ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രാണ്. ഓക്കെ, സോ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പറയാൻ പറ്റിയില്ല. അതതിൻ്റെ ഡ്രോബാക്ക് ആണ്. റൂദർഫോർഡിന്റെ മോഡലിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, according to Rutherford, electron will revolve around the nucleus through any path. It requires a continuous spectrum, but atomic spectrum is line spectrum. It can't explain by Rutherford. And the second one, he can't explain stability of nucleus. As per Maxwell, any accelerated charges will radiate energy. ഏത് ആക്സിലറേറ്റഡ് ചാർജും എനർജീനെ റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, any accelerated charges will radiate energy. Okay, so accelerated charges എനർജീനെ റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എനർജീനെ റേഡിയേറ്റ് ചെയ്താൽ we know the expression for energy, it is q square b square r square by 2m. സൈക്ലോട്രോണിൽ പഠിച്ച എനർജിയുടെ ഇക്വേഷൻ. സോ എനർജി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റേഡിയസ് കുറയും. ഓക്കെ, റേഡിയസ് കുറഞ്ഞു വന്നാൽ എന്താ സംഭവിക്കുക, ന്യൂക്ലിയസിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ആറ്റം, ഇവിടെയാണ് ന്യൂക്ലിയസ് എങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ ഇലക്ട്രോണിന്റെ പാത്ത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഫൈനലി ഇറ്റ് വിൽ ഹിറ്റ് ഓൺ ദി ന്യൂക്ലിയസ്. അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞാലേ, ഇപ്പൊ ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ 79, അതിൽ ഒരു ഇലക്ട്രോൺ പോയിട്ട് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണായിട്ടാണ് ഇടിച്ചു വിചാരിക്കുക, ഇറ്റ് ബിക്കം എ ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ എണ്ണത്തിനല്ലേ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചേ. സോ ഗോൾഡൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തൊക്കെയാവും, കുറെ കഴിഞ്ഞ് അത് അയൺ ആവും, കുറെ കഴിഞ്ഞ് അലൂമിനിയം ആവും, കുറെ കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഗ്യാസ് ആയിട്ടാണ് പോവും. ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എന്ന് ഉറപ്പല്ലേ. ന്യൂക്ലിയസ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് ഓർ സ്റ്റേബിൾ അറേഞ്ച്മെന്റ്. ഓക്കെ, സോ റൂദർഫോർഡിന്റെ മോഡൽ പ്രകാരം എന്താണ്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അത് എനർജി റേഡിയേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് റേഡിയേറ്റ് എനർജി, ഇറ്റ്സ് റേഡിയസ് വിൽ റെഡ്യൂസ്. ഓക്കെ, സോ ആ റേഡിയസ് എന്ത് ചെയ്യും, അതിൻ്റെ ലെങ്ത് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഫൈനലി ദ ഇലക്ട്രോൺ വിൽ ഹിറ്റ് ഓൺ ദ ന്യൂക്ലിയസ്. ഓക്കെ, സോ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകളൊന്നും പറയാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സയൻസ് റൂദർഫോർഡിന്റെ മോഡലിനെ ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, സോ ഈ മോഡലും സയൻസ് റിജക്റ്റ് ചെയ്തു. പറഞ്ഞ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റൂദർഫോർഡിന്റെ മോഡലിന്റെ മറ്റു പ്രശ്നങ്ങളും ബോർ ആറ്റം മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.